എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 26 പൂർണ്ണമായി. അപ്പൊ ഇന്ന് അധ്യായം 27 ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവ പ്രേതി തന്മയതയാ തരവോദിനീതുസ്തം സർവഭൂതഹൃദയം. ആദരണീയരായ എല്ലാ പ്രതിഭാഗങ്ങൾക്കും വിനീതമായ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 27 അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. ശ്രീ ഭഗവാൻ ഉവാചാം. ദേവഹൂതിയും കപില മഹർഷിയും തമ്മിലുള്ള സംവാദമാണ് നമ്മുടെ വിഷയം. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഗഹനമായ വിഷയങ്ങൾ വന്നു ചേർന്നാലും അത് നമുക്ക് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണമല്ലോ. ഈ 2-3 അധ്യായങ്ങളും ഏതാണ്ട് ഇതേ മട്ടിലേക്ക് തന്നെ പോകുന്ന, ചിലത് മാത്രമേ ഉള്ളൂ നമുക്ക് ലളിതമായിട്ട് തോന്നിക്കാൻ പറ്റുന്നു. അപ്പൊ ഇത്രയൊക്കെ കടന്നു വന്ന് നമുക്ക് അതും കൂടി കേട്ട് മുമ്പോട്ട് പോയി ദേവഹൂതിക്ക് ഇത് കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, മനസ്സിലായെങ്കിൽ നമുക്ക് കേൾക്കാനെങ്കിലും പറ്റണമല്ലോ. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതേ ഗുണൈ അവികാരാദകർത്തൃത്വാത് നാദി നിർഗുണത്വാജ്ജലർക്കവത്. പ്രകൃതിസ്ഥോ അപി പുരുഷ, പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. ന ആജ്യത്തെ, ആജ്യത്തെ സ്പർശിക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല. പ്രാകൃതൈഹി ഗുണൈഹി, പ്രകൃതിയിലുള്ള ഗുണവുമായി ഈശ്വരൻ ബന്ധപ്പെടുന്നില്ല. ഈശ്വരൻ പ്രകൃതിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ പ്രകൃതിയിലുള്ള ഒരു ഗുണവുമായി ഈശ്വരൻ ബന്ധിക്കുന്നില്ല. ആജ്യതേ പ്രാകൃതിക ഗുണൈ. മുമ്പത്തെ അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞു വെച്ചത് ഭക്തിയോഗത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് അന്ധകരണ ശുദ്ധി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പ്രകൃതി പുരുഷ വിവേകം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വേണം സംസാരത്തിൽ നിന്ന് ജീവന് മോക്ഷം ലഭിക്കാൻ എന്നുള്ള വിഷയത്തെ ഒന്നുകൂടി വിശദമായി അവതരിപ്പിക്കലാണ്. പ്രകൃതിയിൽ നിന്നും പുരുഷൻ വേറിട്ട് നിൽക്കുന്നവനാണ് എന്ന് മുമ്പത്തെ അധ്യായത്തിൽ പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചു. അതിനെയാണ് ധ്യാനിക്കേണ്ടത് എന്നും പറഞ്ഞു. പ്രകൃതിയിലുള്ള സമസ്ത ജീവജാലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പരമനായ പുരുഷനായ ഈശ്വരനെയാണ് ധ്യാനിക്കേണ്ടത്. അങ്ങനെ പ്രകൃതിയെ വേർതിരിച്ചറിഞ്ഞ് ജീവന് സംസാരക്ലേശമുണ്ടാകുന്നത് എന്ന് ആമുഖമായി വിന്യസിക്കാം. ജീവന് ഈ പ്രകൃതിയിലുള്ള സമസ്ത വിഭവങ്ങളുമായി ആ ജീവന്റെ ശരീരത്തോട് കൂടി ചേർന്നിരിക്കുന്നു എങ്കിലും ഈ പ്രകൃതിയിലുള്ള സത്വാദികളായ ഗുണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പുണ്യപാപങ്ങൾ ഒരു കാരണവശാലും ജീവന്റെ ഉള്ളിലിരിക്കുന്ന പരമേശ്വര ചൈതന്യത്തെ ബാധിക്കില്ല എന്ന് പറയാൻ പുറപ്പെടുക. ഈശ്വര ഈ പ്രകൃതിയിലുള്ള സമസ്ത ജീവജാലങ്ങളിലും ഉണ്ട്. ഇത് എല്ലാ വേദോപനിഷത്തുകളും ഭാരതീയ സംഹിതകളും ഉറക്കെ പ്രഖ്യാപിക്കുന്ന
ഈശാവാസ്യം ഇതം സർവം. അതുകൊണ്ട് എല്ലായിടത്തും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ട്. ഈശ്വരനില്ലാത്തൊരു സ്ഥലമില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ജീവികളിൽ, ആ ജീവനിൽ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ ആ ജീവൻ അനുഭവിക്കുന്ന പ്രകൃതി വിഭവങ്ങളോട് ഈശ്വരനും അനുഭവിക്കേണ്ടി വരില്ലേ? അങ്ങനെ ന്യായമായ ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഈ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വര സത്തയ്ക്ക് ഈ പ്രകൃതിയിലുള്ള ഒരു വിഷയവുമായിട്ട് സ്പർശനം ഉണ്ടാവില്ല. അതെങ്ങനെ പറ്റും? അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതെ, നോക്കിക്കോളൂ. അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. അവികാരാത്, ഇതിൻ്റെ അകത്തിരിക്കുന്നെങ്കിലും ഒരു മാറ്റവും ഉണ്ടാവില്ല. മാറ്റമുണ്ടാകുന്ന ജീവാത്മാവിനാണ്. വളരുക, വലുതാവുക, ദാഹിക്കുക, വിശക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സ്വപ്നം കാണുക, നടക്കുക എന്നിങ്ങനെയുള്ള പല പല വികാരഭേദങ്ങൾ, ശിശുവായിരിക്കുക, യുവാവായിരിക്കുക, വാർദ്ധക്യം വരിക, ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ ഈ ജീവനുണ്ടാകും. പക്ഷേ ഈ ജീവാത്മാവിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തിന് ഈ വക ഭേദങ്ങളൊന്നും അതിനെ ബാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവികാര. അതിന് വികാരങ്ങളില്ല, ജീവാത്മാവിന് വികാരമുണ്ട്. അകർത്തൃത്വാത്, ജീവാത്മാവാണ് എല്ലാത്തിൻ്റെയും കർത്താവ്. ഞാൻ ചെയ്യുന്നു, ഞാൻ ഉണ്ണുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ കുളിക്കുന്നു, എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ചേർത്ത് പോകുമ്പോൾ ഞാൻ എന്നുള്ള ഒരു കർത്തൃത്വ ഭാവന ജീവാത്മാവിനോടാണുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള പരമാത്മാവിന് ആ കർത്തൃത്വ ഭാവന ഇല്ല തന്നെ. അതുകൊണ്ടാണ് അകർത്തൃത്വാത് നിർഗുണത്വാത്. ഈ ജീവാത്മാവിനെ 3 ഗുണങ്ങളും ബാധിക്കും. സത്വരജസ്തമസുകൾ ജീവാത്മാവിനെ ബാധിക്കും. പക്ഷെ പരമാത്മ ചൈതന്യത്തിന് 3 ഗുണമില്ല. അത് ഗുണാതീതനാണ്. പക്ഷെ അത് ഇതിലുണ്ട്. നമ്മുടെ ജീവാത്മാവിൽ ഈ ചൈതന്യം ഉണ്ട്. പക്ഷെ അതിനെ ഇതൊന്നും ബാധിക്കില്ല. അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. ജലാർക്കനെ പോലെ, ജലത്തിൽ കാണുന്ന സൂര്യനെ പോലെ. ജലത്തിൽ സൂര്യന്റെ പ്രതിബിംബം നമുക്ക് കാണാം. എന്താ, കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ കിണറ്റിലോ ഒക്കെ ചെന്ന് താഴേക്ക് നോക്കിയാൽ സൂര്യൻ അതേപോലെ അതിൻ്റെ അകത്ത് പ്രതിബിംബിച്ച് നിൽക്കുന്നതാണ്. ആ സൂര്യബിംബം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതും ചലിക്കുന്നതും അസ്പഷ്ടമായിട്ട് കാണുന്നതൊക്കെ ജലത്തിന്റെ ചലനം കൊണ്ടാണ്, സൂര്യന്റെ ചലനം കൊണ്ടല്ല. വെള്ളത്തിൽ സൂര്യനില്ലേ? ഉണ്ട്. ഈ സൂര്യൻ ചലിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. സൂര്യനല്ല അവിടെ ചലിക്കുന്നത്. പിന്നെ എന്താണ്? വെള്ളത്തിന്റെ ചലനം കൊണ്ട്, ഓളം കൊണ്ട് സൂര്യൻ ചലിക്കുന്നു എന്ന് തോന്നിക്കലാണ്. കാരണം ജലത്തിന്റെ ചലനവും മാലിന്യവും കൊണ്ടാണ് നമുക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതേപോലെ ആകാശത്തിലിരിക്കുന്ന യഥാർത്ഥ സൂര്യനെ ഈ വെള്ളത്തിന് ചലനം ബാധിക്കില്ല. അതേപോലെയാണ് ജീവാത്മാവിലിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന് ജീവാത്മാവിന്റെ ഭാവങ്ങൾ ബാധിക്കത്തില്ല. ബാധിക്കുന്നു നമുക്ക് തോന്നിക്കുന്നത് ജീവാത്മാവിന്റെ ചലനഭേദം കൊണ്ട് മാത്രമാണ്. ശുദ്ധമായ ചൈതന്യത്തിന് ആവക ഭേദങ്ങളൊന്നുമില്ല. അത് ഭ്രമം കൊണ്ട് തോന്നിക്കുന്നതാണ് എന്ന് ബോധ്യം. അതുകൊണ്ട് ജീവാത്മാവിൽ കാണപ്പെടുന്ന ഒരു വിധത്തിലുള്ള ഗുണഭേദങ്ങളോ വികാരങ്ങളോ കർത്തൃത്വമോ പരമാത്മ ചൈതന്യത്തിന് ഇല്ല, ഉറപ്പാണ്. ഒരു ഉദാഹരണം, ജല അർക്കവത്, വെള്ളത്തിൽ കാണുന്ന സൂര്യനെ പോലെ. പ്രകൃതിസ്ഥോ വിവൃഷോ നാജ്യതേ പ്രാകൃത ഗുണൈ അവികാരാദകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. പുരുഷഃ പ്രകൃതിസ്ഥഃ അപി അകർത്തൃത്വാത് അവികാരാത് നിർഗുണത്വാത് പ്രാകൃതൈഃ ഗുണൈഃ ന ആജ്യതേ ജലാർക്കവത്. പ്രകൃതിസ്ഥോ വിവൃഷോ നാജ്യതേ പ്രാകൃത ഗുണൈ അവികാരാദകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. പ്രകൃതിസ്ഥോ വിവൃഷോ നാജ്യതേ പ്രാകൃത ഗുണൈ
അവികാരാദകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത് ഫയേഷ യർഹി പ്രകൃതിർഗുണേഷു അവിഭിന്നേഷു അവിഷജ്ജതേ അഹം ക്രിയാവിമൂഢാത്മാ കർത്താസ്മിത്യഭിമന്യതേ. ഫയേഷ, ആ ഈ ജീവൻ, യർഹി എങ്കിൽ, എപ്പോഴാണോ പ്രകൃതേഹി ഗുണേഷു അഭിവിഷജ്ജതേ, പ്രകൃതിയുടെ ഗുണങ്ങളിൽ എപ്പോഴാണോ അത്യാസക്തനാകുന്നത്, അഭിവിഷജ്ജതേ, അത്യാസക്തൻ, ആസക്തനല്ല അത്യാസക്തനായി തീരുന്നത്, എർഹി എപ്പോഴാണോ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ഈ ജീവാത്മാവ് എപ്പോഴാണോ അത്യാസക്തനാകുന്നത്, അപ്പോൾ അഹം ക്രിയാവിമൂഢാത്മാ, അഹങ്കാരം നിമിത്തം മൂഢമായ ആത്മസ്വരൂപനായിട്ട് കർത്താസ്മീതി, ഞാനാണ് കർത്താവെന്ന് അഭിമാനിക്കലാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഞാൻ എഴുന്നേറ്റു, ഞാൻ പല്ലുതേച്ചു, ഞാൻ മുഖം കഴുകി, ഞാൻ കാപ്പി കുടിച്ചു, ഞാൻ കൂട്ടുകാരോട് ചേർന്നു, ഞാൻ വണ്ടി കയറി, ബസ് കയറി, ഞാൻ ജോലിക്ക് പോയി, ഞാൻ ഇങ്ങനെയെല്ലാം ഞാൻ ചേർത്തേ പറയും. ഞാൻ ഉറങ്ങുന്നിടം വരെ ഞാൻ ചേർത്തേ പറയുള്ളൂ. ഈ ഞാൻ മാറ്റിയാലോ ഒരു കുഴപ്പമില്ലോ. എഴുന്നേറ്റു, പല്ല് തേച്ചു, മുഖം കഴുകി, നാമം ചൊല്ലി, ഭക്ഷണം കഴിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ഞാൻ ഞാനെന്ന്, ഇതാണ് അഹംഭാവം, അഹംക്രിയ. അഹംക്രിയ കൊണ്ട് വിമൂഢാത്മാവാണ്. കാരണം ഇതില്ലെങ്കിലും ഇതൊക്കെ നടക്കുമല്ലോ. ഞാൻ പല്ല് തേച്ചു എന്ന് പറഞ്ഞെങ്കിലേ എനിക്ക് പല്ല് തേക്കാൻ പറ്റുമോ? അല്ലല്ലോ. ഞാൻ മാറ്റിയിട്ട് പല്ല് തേച്ചു എന്ന് പറഞ്ഞാൽ എന്തായി? എനിക്ക് പല്ല് തേക്കാം. അഹംക്രിയ വിമൂഢാത്മാ ആയിട്ട് കർത്ത അഹമസ്മി, ഞാനാണ് ഇതിൻ്റെയൊക്കെ കർത്താവ്, ഞാനാണ് ചെയ്യുന്നത് എന്ന് അഭിമാനിക്കലാണ്. ഞാനെന്ന ഈ ഭാവത്തെ എപ്പോഴാണോ വഹിക്കുന്നത്, അപ്പോഴാണ് പ്രകൃതി ഗുണങ്ങളായ ശബ്ദാദി വിഷയങ്ങൾ ആസക്തനാകുന്നത്. ഈ ഞാൻ എന്നുള്ള ഭാവം ആർക്കേ ഉള്ളൂ? ജീവാത്മാവിന്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ചെയ്തതിന് ഞാനെന്ന ഭാവമില്ല. ഞാനെന്ന ഭാവം ഇല്ലാത്തതുകൊണ്ട് കർത്താവല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇതൊക്കെ ഞാനാണ് ചെയ്യുന്ന ഭാവിക്കുന്നില്ല. പക്ഷേ ഈ ജീവാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ നിമിഷവും ഭാവിക്കുന്നു. ഞാനവിടെ പോയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ കഥ? നോക്കൂ, അവിടെയൊക്കെ ആരാണ്? ഈ ഞാനാണ്. ഞാൻ ഒറ്റ ഒരാൾ വിചാരിച്ചിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. എല്ലായിടത്തും ഞാനെന്ന അഹങ്കാര വിമൂഢാത്മാവായ അഹങ്കാരം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇതാർക്കില്ല? പരമാത്മാവിനില്ല. അതുകൊണ്ടാണ് പ്രകൃതി ഗുണങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുക. നമ്മളിൽ ഉള്ള ബ്രഹ്മതത്വമായ പരമാത്മ ചൈതന്യത്തെ ഇതൊന്നും ബാധിക്കാത്തത് എന്താണ്? ഇതൊന്നും ഞാനാണ് ചെയ്യുന്നൊരു ഭാവമില്ല, അഹങ്കാര വിമൂഢാത്മാവ് അല്ല. അതുകൊണ്ട് അഹമസ്മി എന്ന് അദ്ദേഹം ഭാവിക്കുന്നു. ഫയേഷ എർഹി പ്രകൃതിർഗുണേഷു അഭിവിഷജ്ജതേ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മിത്യഭിമന്യതേ. ഫയേഷ പ്രകൃതേഃ ഗുണേഷു യർഹി അഭിവിഷജ്ജതേ തദാ അഹംക്രിയാ വിമൂഢാത്മാ കർത്താസ്മീതി അഭിമന്യതേ. ഫയേഷ യർഹി പ്രകൃതിർഗുണേഷു അഭിവിഷജ്ജതേ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മിത്യഭിമന്യതേ. ഫയേഷ യർഹി പ്രകൃതിർഗുണേഷു അഭിവിഷജ്ജതേ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മിത്യഭിമന്യതേ. ഗീതയും അത് തന്നെ പറയും. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇത് മന്യത എന്ന് ഗീതയും ഇത് തന്നെ പറയും. തേന സംസാര പദവീം അവശോ അഭ്യത്യ നിർവൃതാം പ്രാസംഗികേ കർമ്മദോഷേ പദസന്മിശ്രയോനിഷു. തേന, അതുകൊണ്ട്, സംസാര പദവിയും, സംസാരത്തിന്റെ പദവിയെ, സംസാരത്തിന്റെ മാർഗത്തെ
അവശോ അഭ്യേത്യ, അവശനായി പ്രാപിച്ചിട്ട് അനിർവൃത, നിർവൃതിയില്ലാത്തവനാകും. അഭ്യേത്യ നിർവൃത എന്ന് വായിക്കണം. അഭ്യേത്യ നിർവൃത എന്ന് വെച്ചാൽ നേരെ വിപരീതമാകുക അർത്ഥം. സംസാര പദവിയും അവശോ അഭ്യേത്യ അനിർവൃത എന്നുള്ള അകാരം കൂടി കേൾക്കണം. അനിർവൃതനായിട്ട് സംസാരമാർഗത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? അനിർവൃതനായിട്ട്, ഈ സുഖാനുഭവം ഇല്ലാത്തവനായിട്ട്, പ്രാസംഗികൈ കർമ്മദോഷൈ ഫദസന്മിശ്രയോനിഷു, പ്രാസംഗികൈഹി സാന്ദർഭികമായിട്ട്, പ്രാസംഗകൻ എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃതത്തിലെ അർത്ഥം സാന്ദർഭികമായിട്ട് വന്നവെന്നേ ഉള്ളൂ. നമ്മള് മലയാളത്തിൽ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു പറയും പ്രാസംഗികരെ എന്താണ് അഭിസംബോധന. ആ പ്രാസംഗികർ എന്ന് വെച്ചാൽ ക്ഷണിക്കാതെ വന്നവരുന്ന, യാദൃശ്യമായിട്ട് പറഞ്ഞു ചേർന്നവരാണ്. അല്ലെ പ്രസംഗകർ എന്ന് പറയാം. അപ്പോഴും പ്രസംഗം എന്ന വാക്കിനർത്ഥം സന്ദർഭം. പ്രാസംഗികം സന്ദർഭത്തിൽ ഭവിച്ചത്, ഉണ്ടായത്, വന്നു ചേർന്നത്. ഒന്ന് പ്രഭാഷകർ എന്നേ ശരിക്കും അവിടെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മലയാളത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ വിളിച്ച് പറയും. സംസ്കൃതത്തിൽ അങ്ങനെയില്ല. എന്താ പ്രസംഗവശാൽ എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ, സാന്ദർഭികമായിട്ട് വന്നുകൊണ്ട്. കർമ്മദോഷൈ, പ്രാസംഗികമായ പുണ്യകർമ്മത്തിൻ്റെയും പാപകർമ്മത്തിൻ്റെയും വശത്തിൽ അകപ്പെട്ടതുകൊണ്ട് അവശഃ, അസ്വതന്ത്രനായി, അവശനായി, വശത്തിൽ അകപ്പെടാത്തവനായിട്ട്, അനിർവൃത, സുഖമില്ലാത്തവനായിട്ട്, ഫദസന്മിശ്രയോനിഷു, സത്വം അസത്വമായിരിക്കുന്ന മിശ്രങ്ങളായ അനേകം യോനികളിൽ സംസാര പദവിയും, ഈ സംസാര മാർഗത്തെ അഭ്യേതി, പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ സംസാര പദവിയിൽ വീണ്ടും വീണ്ടും കടന്നുകൂടുന്നത് എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സാന്ദർഭികമായിട്ട് വന്ന കർമ്മദോഷങ്ങൾ ദേഹം കൊണ്ടും ഇന്ദ്രിയം കൊണ്ടും അന്ധക്കരണം കൊണ്ടും അഭിമാനമുണ്ടാക്കി അതുകൊണ്ടുണ്ടാകുന്ന കർത്തൃത്വബോധമാണ് പുണ്യപാപങ്ങൾക്ക് കാരണം. ഞാൻ ചെയ്യുന്നു എന്ന് ഓരോന്നിൻ്റെയും കൂടി എന്നെ തൊടുത്തി വെക്കുമ്പോഴാണ് ആ കർമ്മം പുണ്യമായോ പാപമായോ എന്നിലേക്ക് ഫലമായി വന്നു ചേരുന്നത്. ഇത് ഞാനെന്ന് വിചാരിക്കാതിരുന്നാൽ പുണ്യവും വരില്ല, പാപവും വരില്ല, രണ്ടുമില്ല. പുണ്യപാപങ്ങൾക്ക് അതീതനാവും. ഇത് നമ്മളങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ബോധം കൊണ്ട് ദേഹം കൊണ്ട് ചെയ്താലും ഇന്ദ്രിയം കൊണ്ട് ചെയ്താലും മനസ്സുകൊണ്ട് ചെയ്താലും അതിൽ അഭിമാനിച്ചിട്ട് ദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട്, ഇന്ദ്രിയം കൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട്, പിന്നെന്താണ് മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട്, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള കർമ്മം. ആ കർമ്മങ്ങളൊക്കെ ഞാനാണെന്ന് സ്വയം അഭിമാനിച്ചിട്ട് അതിൻ്റെ പുണ്യമോ പാപമോ കർമ്മഫലങ്ങൾ അനുഭവിച്ച് സുഖദുഃഖങ്ങൾക്ക് അധീനനായിത്തീരുന്ന ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ അനേക ജീവജാലങ്ങളിൽ ജനിച്ചു മരിച്ചു കഴിയേണ്ടവൻ. അതാണ് സംസാര ദുഃഖം. ഈച്ചയായും പൂച്ചയായും പുഴുവായും മനുഷ്യനായും പല പല ജീവജാലങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടി വരും. ഇതാണ് സംസാര മാർഗത്തിൽ അകപ്പെടുന്നവരുടെ പരിണത ഫലം. അപ്പൊ ഈ ജീവാത്മാവിനെ ഞാനെന്ന് അഭിമാനിക്കും തോറും എവിടേക്ക് പോവാണ്? സംസാര ജീവിതത്തിലേക്ക് അകപ്പെട്ടു പോകുക. ഈ അഭിമാനം മാറ്റിയെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഫയേഷൈർഹി പ്രകൃതേൻ തേന സംസാര പദവിയും അവശോഭ്യത്യ നിർവൃതാം പ്രാസംഗികേ കർമ്മദോഷേ ഫദസന്മിശ്രയോ നിഷൂം തേന പ്രാസംഗികൈഃ കർമ്മദോഷൈഃ അവശഃ അനിർവൃതഃ ഫദസന്മിശ്രയോനിഷു
സംസാരപദവീം അഭ്യേതി തേന സംസാരപദവീം അവശോഭ്യേത്യ നിർവൃതാം പ്രാസംഗികൈകർമ്മദോഷൈ സദസന്മിശ്രയോ നിഷു തേന സംസാരപദവീം അവശോഭ്യേത്യ നിർവൃതാം പ്രാസംഗികൈകർമ്മദോഷൈ സദസന്മിശ്രയോ നിഷു അർത്ഥേ അവിദ്യമാനേവി സംസദൻ ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാം. അർത്ഥേഹി അവിദ്യമാനേവി. അർത്ഥം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ, വിഷയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ, അതിനെയാണ് അർത്ഥം എന്ന് പറയുന്നത്. വിഷയങ്ങൾ എന്നാണ്. ആ അർത്ഥേഹി അവിദ്യമാനേവി, അത് ഇല്ലെങ്കിലും സംസൃതി സംസാരം ന നിവർത്തതേ, പിന്തിരിയില്ല. ഇപ്പൊ ജനന മരണാദികളായിരിക്കുന്ന ഈ സംസാര അനുഭവം അത് സത്യമാണോ മിഥ്യയാണോ? ജനനമരണമായ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ. സത്യമാണെന്ന് വന്നാൽ അതിന് നാശമില്ലെന്ന് വരില്ലേ? സത്യമായ വസ്തു നശിക്കില്ലല്ലോ. അപ്പൊ ഈ സംസാര ജീവിതം എന്താണ് ഉള്ളതാണെന്ന് പറഞ്ഞാൽ അത് നശിക്കാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് വരില്ലേ? അത് അങ്ങനെ സത്യമായാൽ അതിന് നാശമില്ലെന്ന് വരും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ മോക്ഷവും കിട്ടാൻ പറ്റില്ലല്ലോ. അതിൽ നിന്ന് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അതുണ്ടാവുന്നില്ല. അതിന് മിഥ്യയാണെങ്കിലോ, ഈ സംസാര ലോക ജീവിതം മിഥ്യയാണ് എന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത മിഥ്യയായ ഈ സംസാരത്തിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി എന്തിനാ ശ്രമിക്കുന്നത്? ഇതില്ലാത്തതല്ലേ. ഇല്ലാത്തതിന് പിന്തിരിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് സത്യമാണെന്ന് പറഞ്ഞാലും കുഴപ്പം, മിഥ്യ എന്ന് പറഞ്ഞാലും കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ ക്ലേശം സഹിക്കുക എന്നുള്ള അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇതുകൊണ്ടില്ലല്ലോ. ഭക്തിജ്ഞാനാദികളെ ആവശ്യമില്ല. ഇതിന് സമാധാനമാണ് അർത്ഥേഹി അവിദ്യമാനേവി. ജനനമരണാദിഭാവം വാസ്തവമല്ല എങ്കിലും ദേഹേന്ദ്രിയാദികളുടെ ആത്മഭാവം നിമിത്തം അത് നിരന്തരമായും ധ്യാനിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഒരു ജീവനെ ജനനമരണാദികൾ ആയ ഈ സംസാര ദുഃഖം ഉള്ളതുപോലെ തോന്നിക്കലാണ്, ഉള്ളതല്ല. അതാണ് ഇപ്പം എനിക്ക് മോക്ഷത്തിന് ഈശ്വരനോട് അടുക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ്? എൻ്റെ വീട്ടിൽ ബന്ധുക്കൾ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു, വിശിഷ്ട വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, കൊട്ട് കേൾക്കുന്നു, മേളം കേൾക്കുന്നു. ഇതിൽ നോക്കി എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇവരാരും വരാതെ ഒരു മുറി നന്നായിട്ട് അടച്ച് കാറ്റും വെളിച്ചമൊന്നും കയറാതെ പൂട്ടി അകത്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് TV ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. അർത്ഥേഹി അവിദ്യമാനിയും, ഒരു അർത്ഥങ്ങളും അതിനകത്തില്ല. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് സങ്കല്പിക്കാമല്ലോ. TV കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് മനസ്സിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടത് ഓർമ്മിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ അടുക്കം നിൽക്കുന്നു എന്നെനിക്ക് എന്ത് ചെയ്യാം? സങ്കല്പിക്കാം. ഇവിടെ വിശിഷ്ട വസ്തുക്കൾ ധാരാളം നിരത്തി വെച്ചിട്ടുണ്ട്. ലഡുവുണ്ട്, പിന്നെന്താണ്, ചോറുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം ഇവിടെ നിറച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? സങ്കല്പിക്കാമല്ലോ. അപ്പൊ വിഷയം മുമ്പിൽ ഇല്ലെങ്കിലും സംസാരം അതിൽ നിന്നും പിന്തിരിയത്തില്ല. വിഷയേപി അവിദ്യമാനേപി സംസൃതം ന നിവർത്തതേ. ഏതുപോലെയാണ്? ധ്യായതോ വിഷയാനസ്യ. ആ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ മുറി അടച്ച അതിനകത്തിരുന്ന് ഈ ലഡുവിനെ ധ്യാനിച്ചിട്ടുണ്ട്. എന്താ കഥ? അവിടെങ്ങും വെച്ചിട്ടില്ല, ഈ സാധനം അവിടെ വെച്ചിട്ടില്ല. കാരണം എന്താ? അതിൽ നിന്നുള്ള എൻ്റെ ചിന്ത മാറ്റാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ മനസ്സിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിലോ ഒരു വിശേഷമില്ല. ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അർത്ഥാഗമോ യഥാ. സ്വപ്നത്തിലെ അർത്ഥത്തിന്റെ ആഗമനം പോലെയാണ്. സ്വപ്നത്തിൽ പല പദാർത്ഥങ്ങൾ നമ്മൾ അനുഭവിക്കും, അല്ലേ? സ്വപ്നത്തിൽ എന്താണ്? ഇഷ്ടം പോലെ പായസം കുടിച്ച് വയറ് നിറയ്ക്കാം. പക്ഷെ ഇത് സത്യമാണോ?
സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ഞാൻ പായസം കുടിച്ചെന്നൊക്കെ വിചാരിക്കാം. ഉണർന്നു കഴിഞ്ഞ് നോക്കിയാൽ ഞാൻ പായസം കുടിച്ചിട്ടില്ല. എന്നെ ആന കൊത്തി താഴെ ഇട്ടു എന്ന് എന്ത് ചെയ്യാം, സ്വപ്നത്തിൽ കാണാം. പക്ഷേ ഉണർന്നു വരുമ്പം ആനയില്ല, ഒന്നുമില്ല, ഞാൻ കട്ടിൽ തന്നെ കിടക്കുക. അപ്പൊ സ്വപ്നത്തിൽ അനർത്ഥങ്ങൾ ധാരാളം വന്നു ചേരും. പക്ഷെ ഒന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, അനുഭവിക്കത്തില്ലല്ലോ. ഇതുപോലെയാണ് എന്താണ് ഈ ജീവാത്മാവ് ഇതിനെയൊക്കെ അനുഭവിക്കുന്നു എന്ന് തോന്നിക്കലാണ് വാസ്തവത്തിൽ എന്തില്ല, അനുഭവമില്ല. ഏതുപോലെ സ്വപ്നാഗമോ യഥാ. കാരണം നിദ്രയുടെ ദോഷം കൊണ്ടാണ് എന്റെ തല മുറിച്ച് താഴെ ഇട്ടിരിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. നിദ്ര എന്ന ദോഷത്തിലേക്ക് ഞാൻ അകപ്പെട്ടുകൊണ്ടാണ് നിദ്രയിൽ പ്രവേശിച്ചപ്പോഴാണ് സ്വപ്നം കാണാൻ പോയത്. അപ്പോഴാണ് ആരോ ശത്രുക്കൾ വന്ന് പിച്ചാത്തി എടുത്ത് എന്റെ കഴുത്ത് മുറിച്ച് എന്നെ രണ്ടാക്കി ഇതായിട്ടിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു, കണ്ടു. അത് അപ്പോഴെന്നെ ദുഃഖിച്ചു. മിഥ്യാരൂപമാണ് ഈ ദുഃഖം, വാസ്തവമാണ് ഈ ദുഃഖം അല്ല. നിദ്രയെന്ന് ഉണരുന്നതല്ലാതെ, ഉണർന്നാലല്ലാതെ ഈ മിഥ്യ തിരിച്ചറിയത്തില്ല. അതിൽ നിൽക്കുന്നിടത്തോളം കാലവും ഇത് സത്യമാണെന്നേ വിചാരിക്കത്തുള്ളൂ. അതുപോലെയാണ് ഇന്നത്തെ സംസാര ജീവിതം. അതുകൊണ്ട് സ്വരൂപബോധം ശരിക്കുണ്ടായാൽ ആരെങ്കിലും തട്ടി ഉണർത്തി ഇത് സ്വപ്നമാണ്, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ ശരിയായ ജ്ഞാനം കിട്ടും. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. രാത്രി ഉറക്കത്തിൽ 2 മണിക്കൂറെ കണ്ടുള്ളെങ്കിൽ ഇപ്പൊ 50, 60, 70, 80, 90 വയസ്സ് വരെ കാണുന്ന ഒരു സ്വപ്നമാണ് ഇത്. ഇതിൽ എന്ത് അനർത്ഥങ്ങളൊക്കെ വരുന്നു? ഈ അനർത്ഥങ്ങൾ വരുന്ന ഒന്നും സത്യം അല്ല എന്ന് അപ്പൊ അറിയത്തില്ല, സ്വപ്നം കാണുമ്പോൾ അറിയത്തില്ല. നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അനർത്ഥമാണ്, സ്വപ്നമാണ്, മിഥ്യയാണ് നമുക്കിപ്പം മനസ്സിലാവില്ല. കാരണം നമ്മൾ അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാണ്യബോധം. ഉണർന്ന് ഒന്ന് എഴുന്നേൽക്കൂ. അപ്പൊ അറിയാം ഇതുവരെ കണ്ടതൊക്കെ അസത്യമായിരുന്നു, മിഥ്യയായിരുന്നു. ഇതുപോലെയാണ് ഒരു ജീവന് ഈ സംസാര ദുഃഖം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ. അർത്ഥേഹ്യ അവിദ്യമാനേവേ സംസതെന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാം. അർത്ഥേ അവിദ്യമാനേപി അസ്യ സംസൃതിഃ ന നിവർത്തതേ വിഷയാൻ ധ്യായതഃ സ്വപ്നേ അനർത്ഥാഗമഃ യഥാ. അർത്ഥേഹ്യവിദ്യമാനേവേ സംസൃതന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാ. അർത്ഥേഹ്യവിദ്യമാനേവേ സംസൃതന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാ. അതേവ ശനൈശ്ചിത്തം പ്രസക്തമസതം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാ ച നയേദ്വശം. അതയേവ അതുകൊണ്ട് തന്നെ ശനൈഹി പതുക്കെ ചിത്തം മനസ്സിനെ പ്രസക്തം അഫതം പഥി അഫത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന ആ ചിത്തത്തെ, ഇല്ലാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന ആ മനസ്സിനെ ശനൈഹി പതുക്കെ പതുക്കെ ഭക്തിയോഗേന തീവ്രേണ, ഭക്തിയോഗത്താലും തീവ്രമായ ഭക്തിയോഗത്താലും വിരക്തി കൊണ്ടും തൻ്റെ വശത്തിലാക്കണം, സ്വാധീനിക്കണം. മനസ്സിനെ സ്വാധീനിക്കണം, സ്വന്തം അധീനതയിലാകണം മനസ്സ്. ഇത് പലപ്പോഴും നമ്മുടെ അധീനതയിലല്ല മനസ്സ്. പിന്നെന്താണ്? ഈ അനർത്ഥത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. അത് ഇഷ്ടം പോലെ കളിച്ചു കുളച്ച് അനർത്ഥങ്ങൾ അനുഭവിച്ച് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതാരുടെ ജോലി? ജോലി. മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാലോ ഒരു ദുഃഖമുണ്ട്. ഇതാണ് ഇനി ചെയ്യേണ്ടത്. ഭക്തി കൊണ്ട് മാത്രം പോരാ, ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും അഭ്യാസം കൊണ്ടും മനസ്സിനെ എന്താണ് ലൗകികങ്ങളായ വിഷയങ്ങളിൽ നിന്നും
പതുക്കെ പതുക്കെ പിന്തിരിപ്പിക്കണം. അതേവ ശനൈശ്ചിത്തം പ്രസക്തം അഫദാമ്പതി. പതുക്കെ പറ്റുള്ളൂ, ഒരു ദിവസം കൊണ്ട് പറ്റില്ല. സാവധാനം അഫത്തുക്കളുടെ വഴിയിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കണം. അതിന് തീവ്രമായ ഭക്തിയോഗം വേണം, വിരക്തിയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനസ്സിനെ എന്ത് ചെയ്യാം? നമ്മുടെ വശത്തിലേക്ക് ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ പിടിയിലെല്ലാം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് വൈരാഗ്യം കൊണ്ടും ഭക്തി കൊണ്ടും മനസ്സിനെ സ്വാധീനിക്കണം എന്ന് ഉറപ്പിക്കലാണ്. അതേവ ശനൈശ്ചിത്തം പ്രസക്തം സദാമ്പതി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. അത ഏവ അഫദംപഥി പ്രസക്തം ചിത്തം ശനൈഃ ഭക്തിയോഗേ തീവ്രേണ ഭക്തിയോഗേന വിരക്ത്യാച വശം നയേത്. അതേവ ശനൈശ്ചിത്തം പ്രസക്തമഫദംപഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. അതേവ ശനൈശ്ചിത്തം പ്രസക്തമഫദംപഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. യമാദിഭിര്യോഗപഥൈ അഭ്യസൻ ശ്രദ്ധയന്വിതാം മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതാം ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാം യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുക്മുനി വിവിക്തശരണശാന്തോ മൈത്രകരുണാത്മവാൻ സ്വാനുബന്ധേ ച ദേഹേസ്മിൻ അകുർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്വിതാം നവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതന്യദർശനം ഉപലഭ്യ ആത്മനാത്മാനം ചക്ഷുഷേവാർക്കം ആത്മദൃക് മുക്തലിംഗം സദാഭാവം അഫതി പ്രതിപദ്യതേ സദോ ബന്ധുമഫച്ചക്ഷു സർവാനുസ്യൂതമദ്വയം. ഈ 6-8 ശ്ലോകം ഒന്നിച്ച് അർത്ഥം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചങ്ങ് വായിച്ചെടുത്ത് അർത്ഥം പറഞ്ഞതിന് ശേഷം ഒന്നിച്ച് നമ്മൾ വായിക്കാം. യമാദിഭിഹി യോഗപഥൈ, യമനിയമാദികളായ അഷ്ടാംഗയോഗങ്ങളിലെ വഴികളാൽ, യമാദിഭിഹി യോഗപഥൈ അഭ്യസൻ, അതിൽ അഭ്യസിച്ചുകൊണ്ട്. അഭ്യസിക്കുക എന്ന് വെച്ചാൽ ആവർത്തിച്ച് അനുഷ്ഠിക്കുക എന്നാണ്. നിരന്തരാവർത്തി അഭ്യാസം എന്നാണ്. അതുകൊണ്ടാണ് യോഗ അഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ ചെയ്താൽ പോരാ, എല്ലാ ദിവസവും മുടങ്ങാതെ ആവർത്തിച്ച് ചെയ്യുന്ന പേരാണ് അഭ്യാസം. വിദ്യാഭ്യാസം എന്ന് വന്നത് അതുകൊണ്ട് തന്നെ ആയിരുന്നു. കാരണം എന്തിനും മുടങ്ങാതെ എല്ലാ ദിവസവും ആവർത്തിച്ച് ചൊല്ലി ഉറപ്പിക്കണം എന്നായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് വന്നത്. നമുക്ക് അഭ്യാസം അറിയില്ല, വിദ്യ അറിയാതെ പോയി. അപ്പം യമാദിഭി യോഗപഥി അഭ്യസൻ ശ്രദ്ധയാന്വിത, ശ്രദ്ധയോടുകൂടി വേണം. മയി സത്യേന ഭാവേന, എന്നിൽ സത്യമായ ഭാവത്തോടെ മത് കഥാശ്രവണേന ച, എന്റെ കഥ കേൾക്കുന്നത് കൊണ്ടും, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന് ഇതെല്ലാം യമാദികൾ എന്ന ഒറ്റ പദത്തിൽ അഷ്ടാംഗ യോഗങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈശ്വരനായ എന്നിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ മൈ സത്യേന ഭാവേന, എന്നിൽ സത്യമായ ഭാവത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി എൻ്റെ കഥാശ്രവണത്തിൽ മനസ്സുറപ്പിക്കണം. മത് കഥാശ്രവണേന ച, ആദ്യത്തെ പടി കഥാശ്രവണമാണ്. വെറുതെ കേട്ടുകൊണ്ടിരിക്കുക, ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ ഈ കപിലോപദേശം കേൾക്കുന്ന പോലെ ഒന്നും മനസ്സിലാവില്ലായിരുന്നു, വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. അത് ശ്രവണത്തിന്റെ ഗുണം അതാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഇത് കേട്ടുകൊണ്ട് ഉറങ്ങാമല്ലോ, ഉണരുമ്പോൾ പിന്നെയും കേൾക്കാം. അതുകൊണ്ട് അതും ദോഷമല്ല. കാരണം എന്താണ്,
ഈ കപിലോപദേശം കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റുക എന്ന് വെച്ചാൽ എന്തൊരു ഭാഗ്യം. അത് ആർക്ക് പറ്റും? ഇവിടെ വന്നിരിക്കുന്നവർക്കല്ലേ പറ്റൂ. വീട്ടിൽ ഇരുന്നാൽ വേറെ എന്തെങ്കിലും കേട്ടോണ്ടല്ലേ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്. അതൊരു അപകടമല്ല, അതൊരു തെറ്റല്ല. അതുകൊണ്ട് മനസ്സിലാകാത്ത വിഷയം കേട്ട് അല്പം കണ്ണടച്ച് പോയാൽ ഒരു ദോഷമില്ല. പക്ഷെ എന്ത് ചെയ്യണം? കേട്ടുകൊണ്ടിരിക്കണം. അതാണ് കഥാശ്രവണത്തിന് ഏറ്റവും വലിയ മഹാത്മ്യം. അവിടെയാണ് സർവഭൂത സമത്വേന, എല്ലാ ഭൂതങ്ങളിലും സമഭാവന ഉണ്ടായിരിക്കുക. സമസ്ത ജീവജാലങ്ങളും ഒരേ ശക്തിയുടെ ഭാവങ്ങളാണെന്ന് മനസ്സിൽ സങ്കല്പിക്കണം. എനിക്ക് വേദനിക്കുന്നത് പോലെയാണ് ഒരു ഉറുമ്പിനും ഒരു ഈച്ചയ്ക്കും ഒരു പുഴുവിനും ഒക്കെ വേദനിക്കുന്നത് എനിക്ക് വേദനിക്കുന്ന പോലെയാണ് എന്ന് തൻ്റെ അനുഭവത്തെ സമസ്ത ഭൂതജാലങ്ങളിലും കാണാൻ പറ്റുക. നിർവൈരേണ അപ്രസംഗത, നിർവൈരം കൊണ്ട്, നിർവേദം ഉണ്ടാക്കുന്നത് കൊണ്ട്, വൈരത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട്, നിർവൈരേണ അപ്രസംഗത, അപ്രസക്തിയെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും അതിനുള്ള പ്രസക്തിയെ ഇല്ലാതാക്കുന്നത് കൊണ്ടും, ബ്രഹ്മചര്യേണ മൗനേന, ബ്രഹ്മചര്യം കൊണ്ടും, മൗനം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കലല്ല, അനാവശ്യം പറയുന്നതിന് പേരാണ്. ആവശ്യമുള്ളത് പറഞ്ഞാൽ അത് മൗനമല്ല. മൗനവ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾ സഹസ്രനാമം ചൊല്ലിയാൽ മൗനവ്രതത്തിന് മഹ്മൂലം വരില്ല. നമുക്ക് ധാരണ എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടരുത്, നാമം പോലും ചൊല്ലരുത്. അതിനല്ല മൗനവ്രതം എന്ന് പറയുന്നത്. ഭൗതികമായ അനവധി കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാവ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് മൗനവ്രതം എന്ന് പറഞ്ഞത്. മുനിയുടെ വ്രതമാണ് മൗനവ്രതം, മിണ്ടാതിരിക്കലല്ല. മുനി എന്താ ചെയ്യുക? മുനി ധ്യാന നിമഗ്നമായിട്ടിരിക്കുന്നു, മന്ത്രം ചൊല്ലുന്നു, സ്തോത്രം ചൊല്ലുന്നു, സ്തുതി ചെയ്യും. അവിടെ മിണ്ടാതിരിക്കലില്ല. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഇന്നെനിക്ക് മൗനവ്രതമാണ്, ഞാൻ ആരോടും മിണ്ടില്ല എന്നൊക്കെ വെറുതെ നമ്മൾ എന്ത് ചെയ്യും? ആരോപിക്കും. അവിടെയൊക്കെ തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരുടെ വെറുതെ ആലാപനം ചെയ്ത് സമയം കളയാൻ ഞാനില്ല എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നാമജപങ്ങൾ, ഈശ്വര ധ്യാനങ്ങൾ, ജപങ്ങൾ ഒക്കെ ആവാം. അത് വ്രതഭംഗം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം കൊണ്ടും മൗനം കൊണ്ടും സ്വധർമ്മേണ ബലീയസ, ബലിഷ്ഠമായ സ്വധർമ്മം കൊണ്ടും ദൃഢമായി ചെയ്യുന്ന സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ടും, ഒരിളക്കമില്ലാതെ സ്വധർമ്മത്തെ ദൃഢമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും, എതിർക്ഷയ ഉപലബ്ധേന സന്തുഷ്ടോ, യാദൃച്ഛികമായി കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ടി അനുഭവിക്കാം. ഞാൻ അന്വേഷിക്കാതെ തേടിപ്പിടിക്കാതെ ചില വസ്തുക്കൾ നമ്മുടെ വന്നു ചേരും. അപ്പ വേണം സന്തോഷിക്കാൻ. കാരണം എതിർച്ചയാ വന്നു ചേർന്നാണ്. ചിലപ്പോൾ അങ്ങനെയുള്ളതിനോടാണ് നമുക്ക് ദേഷ്യം വരിക. ഞാൻ കടയിൽ പോയി കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ച വസ്തു കൊണ്ടുവന്നാൽ സന്തോഷമായി. അപ്പം എതിർച്ചയാ ലഭിക്കുന്നത് കൊണ്ട് സന്തുഷ്ടി ഉണ്ടാകാം, സംതൃപ്തി ഉണ്ടാകും. മിതഭുക്ക്, മിതമായി ഭക്ഷണം കഴിക്കുക. മുനി മനനം ചെയ്യുന്നവനായിരിക്കുക. വിവിക്ത ശരണ, ഏകാന്തതയെ ശരണം പ്രാപിക്കുക. ആൾബഹളം ഉള്ളിടത്ത് കൂടി നിൽക്കാനാവാതെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ശരണം പ്രാപിക്കുക. ശാന്തനായിരിക്കുക, മൈത്രി ഉണ്ടായിരിക്കുക, കരുണ ഉണ്ടായിരിക്കുക. ഞാൻ ആത്മസ്വരൂപനാണ് എന്ന് ദൃഢമായി ഉറച്ചു വിശ്വസിക്കൽ. സാനുബന്ധേച ദേഹേ അസ്മിൻ അകുർവൻ അഫതാഗ്രഹം, അനുബന്ധത്തോടുകൂടിയ ഈ ശരീരത്തിൽ, സാനുബന്ധേച ദേഹേ അസ്മിൻ അകുർവൻ അഫതാഗ്രഹം, അതേ ആഗ്രഹത്തെ, അസത്തായ ആഗ്രഹത്തെ ചെയ്യാത്തവനായിരിക്കാം. അസ്മിൻ അകുർവൻ അഫതാഗ്രഹം, അഫത്തിലേക്ക് ആഗ്രഹത്തെ അകുർവൻ ചെയ്യാത്തവനായിട്ട്, ജ്ഞാനേന ദൃഷ്ടതത്വേന,
തത്വം കാണിച്ചു തരുന്ന ജ്ഞാനം കൊണ്ടും പ്രകൃതേഹ പുരുഷഫിത പ്രകൃതി പുരുഷന്മാരുടെ നിവൃത്ത ബുദ്ധി അവസ്ഥാനോ ആ പ്രകൃതി പുരുഷന്മാരുടെ അറിവ് കൊണ്ട് നിവർത്തിക്കപ്പെട്ട ബുദ്ധിയുടെ സ്ഥാനത്തോടു കൂടിയവനാകുക. അന്ധക്കരണങ്ങൾ എല്ലാം ഭൗതിക വിഷയങ്ങളിൽ നിന്നും നിവർത്തിപ്പിക്കുന്നവനായിരിക്കണം. നിവൃത്ത ബുദ്ധി അവസ്ഥാനോ ദൂരീഭൂത അന്യദർശന അന്യദർശനങ്ങളെ ദൂരമാക്കുന്നവനായിരിക്കുക. ബാക്കി കാഴ്ചകളൊക്കെ വിദൂരതയിലേക്ക് മാറ്റിവെക്കാം. നിവൃത്ത ബുദ്ധി അവസ്ഥാനോ ദൂരീഭൂതാനി അദർശന ദൂരീഭൂതാന്യദർശന ഉപലഭ്യ ആത്മന ആത്മാനം ആത്മാവ് കൊണ്ട് ആത്മാവിനെ ലഭിച്ചിട്ട് ചക്ഷുഷാ ഇവ അർക്കം ആത്മദൃക്ക് ചക്ഷുഷാ ഇവ ചക്ഷുഷു കൊണ്ട് അർക്കം എന്ന പോലെ സൂര്യൻ എന്ന പോലെ ചക്ഷുഷ അർക്കം ഇവ ആത്മദൃക്ക് കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്നത് പോലെ തൻ്റെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തെ തനിക്ക് കാണാൻ പറ്റും. സൂര്യനെ കാണേണ്ട വിഷമമൊന്നുമില്ല, വേണം നോക്കി കണ്ണുറന്നാൽ മാത്രം മതി. ഇതേപോലെ അനായാസമായിട്ടും തൻ്റെ ഉള്ളിരിക്കുന്ന സൂര്യസദൃശമായ ആത്മസ്വരൂപത്തെ കാണാൻ പറ്റണം. മുക്തലിംഗം എല്ലാ ദേഹലിംഗങ്ങളിൽ നിന്നും വേർപെട്ടവനായി, ദേഹത്തിന്റെ അടയാളങ്ങളിൽ നിന്നും വേർപെട്ടവനായി സദ ആഭാസം അഫതി പ്രതിപദ്യത്തെ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുക. ആഭാസൻ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ശോഭിക്കുന്നവൻ എന്നാണ്. മലയാളത്തിലെ ആഭാസൻ അല്ല എന്ന് തിരിച്ചറിയണം. ആഫമന്തഭാസതേ അങ്ങുവരെയും തിളങ്ങി ശോഭിച്ചു നിൽക്കുന്നതിന്റെ പേരാണ് ആഭാസൻ എന്ന്. പദ ആഭാസ അഫതി പ്രതിപദ്യതേ അഫതി അഫത്തായ ഇല്ലാത്തതായ അന്ധക്കരണത്തിൽ സദാഭാസമായിട്ട് സദ്രൂപമായിട്ട് ശോഭിക്കുന്ന ഫത്തിന്റെ ബന്ധുവായി മുക്തലിംഗം ഫദാഭാസം അഫതി പ്രതിപദ്യതേ ഫതോ ബന്ധും അഫചക്ഷു സർവ അനുസ്യൂതമദ്വയം എല്ലാത്തിലും വ്യാപരിച്ചിരിക്കുന്ന അദ്വയമായ ആത്മാവിനെ ഉപലഭ്യ കണ്ടിട്ട് സ്വസ്ഥനായിരിക്കണം. എങ്ങനെയാണ് ഒരു ജീവാത്മാവ് പ്രാപഞ്ചിക ലോക ജീവിതത്തിൽ മുക്തിക്ക് വേണ്ടി കഴിഞ്ഞുകൂടാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് 5-8 വരികളിൽ കൂടി നമ്മളെ അന്ന് ഉദാഹരിച്ച് കാണിച്ചതാണ്. കാരണം സംസാരം എങ്ങനെയൊക്കെയാണ് ഒരു സങ്കടസ്ഥാനമായി തീരാവുന്നത്. കാരണം ഭക്തിയും വിരക്തിയും ഉണ്ടായാൽ അതുവഴി മോക്ഷപ്രാപ്തിയെക്കുറിച്ച് കിട്ടും, മോക്ഷം ലഭിക്കുമെന്ന് ഇതുവരെയുള്ള പദ്യങ്ങൾ കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് സംസാരം സങ്കടത്തിനുള്ള ഉപകരണമാണെന്നും അതിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിവേകിയായ പുരുഷൻ എന്തൊക്കെ ചെയ്യണം? യമനിയമാദികളായ അഷ്ടാംഗയോഗങ്ങൾ ചെയ്യണം. എന്താഗ്രഹിക്കുന്നവൻ? സംസാരത്തിൽ നിന്നും മുക്തി. തൊട്ടുമ്പഴത്തെ ശ്ലോകത്തിൽ എങ്ങനെ സംസാരത്തിൽ അകപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അകപ്പെട്ടാൽ സംസാരത്തിന് മുക്തി നേടാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരാൾ ചെയ്യേണ്ടത്? അതിനാണ് യമാദിഭിർ യോഗപഥൈ, യമാദികളായ യോഗപഥങ്ങളിൽ കൂടി സഞ്ചരിക്കണം. ശ്രദ്ധയാന്വിത, എന്നിൽ വിശ്വാസത്തോടു കൂടിയവനായിരിക്കണം. എന്നിൽ സത്യഭാവം ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ കഥ കേൾക്കുന്നവനായിരിക്കണം. പ്രതിഫലങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ എൻ്റെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവനായിരിക്കണം. അങ്ങനെ സർവഭൂത സമത്വം കൈവരിച്ചിട്ട്
പകലരെയും ഒരേപോലെ സേവിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ സ്ഥൂല ഉപാധിക്ക് അനുസരിച്ചുള്ള ഉച്ചനീച ഭേദങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണം. സർവഭൂത സമത്വേന നിർവൈരേണ അപ്രസംഗത. ഇത് ഞാനാണ്, ഇത് നീയാണ്, ഇത് മനുഷ്യനാണ്, ഇത് പുലിയാണ്, പശുവാണ് എന്നുള്ള ഭേദകൃത്യങ്ങൾ ഉണ്ടാവാതെ ബ്രഹ്മചര്യമനുഷ്ഠിച്ചുകൊണ്ട്, മൗനമനുഷ്ഠിച്ചുകൊണ്ട്, സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവനെ സംസാരത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയും എന്ന് ഉപദേശിക്കാം. ഇനി ഈ യാദൃച്ഛികമായിട്ട് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യാണ്? സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക. ആരോടും വൈരം വെച്ച് പുലർത്താതിരിക്കുക. മിതമായി ഭക്ഷണം കഴിക്കാൻ പറ്റുക. അതേപോലെ മുനിയായിരിക്കാൻ പറ്റുക, മനനം ചെയ്യുന്നവനായിരിക്കാൻ പറ്റുക, വിവിക്ത ശരണാഹ, വലിയ ബഹളമില്ലാത്തടത്ത് ഇരിക്കാൻ പറ്റണം, ശാന്തനും മൈത്രനും കരുണയുള്ളവനും ആത്മവാനുമായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിൽ അകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ ഏകാന്തതയിൽ ഇരുന്ന് ആത്മസ്വരൂപത്തെ ധ്യാനിക്കണം. കാമക്രോധാദികളായ വൃത്തികൾ അത് ദോഷഹേതുവാണ് എന്ന് വിചാരിച്ച് അതിനെ അടക്കണം. നിവൃത്ത ബുദ്ധി അവസ്ഥാനവും ദൂരീഭൂത അന്യദർശന, അതാണ് ശാന്തിക്കുള്ള മാർഗം. അതുകൊണ്ട് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലെ അധീനതയിൽ അകപ്പെടാതിരിക്കാൻ നല്ല ബലമായി ജീവിക്കാൻ പറ്റും, ധൈര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ദ്രിയം വിഷയങ്ങളിലേക്ക് അകപ്പെട്ട് നമ്മെ വിഷമിക്കും. പുത്രന്മാര്, സുഹൃത്തുക്കള്, ഭാര്യ, ധനം, വീട്, ഇതിലൊക്കെ ഞാനെന്നുള്ള ഭാവത്തെ ഉറപ്പിച്ചു വയ്ക്കും. അത് പരിത്യജിക്കണം. അവരുടെ പ്രകൃതി കാര്യങ്ങളായ ദേഹേന്ദ്രിയങ്ങളിൽ വസിക്കുന്ന ജീവാത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് നിരൂപണം ചെയ്ത് നന്നായി ഉറപ്പിച്ചു വയ്ക്കണം. അങ്ങനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകൾ നിമിത്തമുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് 3 അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ഞാനുണ്ട്, ഉറക്കത്തിലും സ്വപ്നത്തിലും ജാഗ്രതത്തിലും. അതാണ് ആത്മാവെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ സംസാര ജീവിത ദുഃഖത്തിലേക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് ദേഹങ്ങൾ സത്യമാണ് എന്ന് കാണരുത്, ഇത് അസത്യമാണ് എന്ന് തന്നെ കാണണം. ആത്മാവ് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത് എന്ന് നന്നായി ചിന്തിച്ച് ഉറപ്പിച്ച് ഉള്ളിൽ അന്ധക്കരണത്തിൽ നന്നായി സദ്വിചാരം കൊണ്ട് വികസിച്ച് സത്യസ്വരൂപനായി വസിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന് നിരന്തരമായും ആത്മസ്വരൂപ ധ്യാനം ചെയ്ത് ഞാൻ അഹമസ്മി എന്ന് ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റണം. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് കണ്ണുണ്ടെങ്കിൽ സൂര്യനെ കാണാൻ പറ്റും. കണ്ണു തുറന്ന് മേലോട്ട് നോക്കുമ്പോൾ ആരെ കാണാം? സൂര്യനെ കാണാം. എന്തുകൊണ്ടാണ്? സൂര്യന്റെ പ്രകാശം ഉള്ളതുകൊണ്ടാണ്. ഇരുട്ടുള്ള ഒരു മുറിയിൽ കയറി എന്നിട്ട് കണ്ണു തുറന്നിട്ട് എനിക്ക് സൂര്യനെ കാണുമെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ പ്രകാശമില്ല. സൂര്യപ്രകാശം കൊണ്ട് മാത്രമേ കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റൂ. ആത്മചൈതന്യത്തിന്റെ പ്രകാശം എന്നിലേക്ക് വന്നെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയെ കാണാൻ പറ്റുള്ളൂ, അല്ലെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ്? ഇരുട്ടത്ത് സൂര്യനെ കാണാൻ പറ്റണം എന്ന് വാശി പിടിക്കുന്നതല്ല, അത് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങയുടെ പ്രകാശരശ്മി, അങ്ങയുടെ ചൈതന്യം എന്നിലുള്ളത് കൊണ്ടാണ്, എന്നിൽ അങ്ങയുടെ പരബ്രഹ്മതത്വം ഉള്ളത് കൊണ്ടാണ്
എനിക്ക് അങ്ങയെ കാണാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ പരമാത്മ ചൈതന്യം എന്നൊരു ശക്തി ഉണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ അന്വേഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ സൂര്യനെ കാണാൻ പറ്റൂ എന്നതുപോലെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ അഹം എന്നുള്ള അനുഭവം കൊണ്ട് മാത്രമാണ് സത്യസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിലേക്ക് എത്തിച്ച് ആത്മസാക്ഷാത്കാരം നേടി വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്ന് അമ്മയ്ക്ക് കപിലൻ ഉപദേശിക്കാം. യമാദിഭിര്യോഗപതേരഭ്യസൻ ശ്രദ്ധയൻവിതാം മൈ ഭാവേന സത്യേന മത്കഥാശ്രവണേന ചാം സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതാം ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാം യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുഗ്മുനിം വിവിക്തശരണശാന്തോ മൈത്രകരുണാത്മവാൻ ഭാനുബന്ധേ ച ദേഹേസ്മിന്ന കുർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്വിതാം നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതന്യദർശനാം ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കമാത്മത് മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്യതേ സതോ ബന്ധുമസച്ചക്ഷു സർവാനുശ്രൂതമദ്വയം. യമാദിഭിः യോഗപഥൈः മയി സത്യേന ഭാവേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ അപ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന ബലീയസ സ്വധർമ്മേണ ശ്രദ്ധയാ അന്വിതഃ അഭ്യസൻ യദൃച്ഛയാ ഉപലബ്ധേന സന്തുഷ്ടഃ മിതഭുഗ് മുനിഃ വിവിക്തശരണഃ ശാന്തഃ മൈത്രഃ കരുണഃ ആത്മവാൻ ഭാനുബന്ധേ അസ്മിൻ ദേഹേ അസദാഗ്രഹം അകുർവൻ പ്രകൃതേഃ പുരുഷസ്യ ച ദൃഷ്ടതത്വേന ജ്ഞാനേന നിവൃത്തബുദ്ധ്യവസ്ഥാനഃ ദൂരീഭൂത അന്യദർശനഃ ആത്മനാ ചക്ഷുഷാ അർക്കം മുക്തലിംഗം അഫതി സദാഭാസം സതഃ ബന്ധും അഫചക്ഷുഃ സർവാനുസ്യൂതം അദ്വയം ആത്മാനം ഉപലഭ്യ. യമാദിഭിര്യോഗപതേരഭ്യസൻ ശ്രദ്ധയന്വിതാം മൈ ഭാവേന സത്യേന മത്കഥാശ്രവണേന ചാം സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതാം ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാം യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുഗ്മുനിം വിവിക്തശരണശാന്തോ മൈത്രകരുണ ആത്മവാൻ ഭാനുബന്ധേ ച ദേഹേസ്മിന്ന കുർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതന്യദർശനാം ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കമാത്മത് മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്യതേ സതോ ബന്ധുമസച്ചക്ഷു സർവാനുസ്യൂതമദ്വയം. എന്നിങ്ങനെ സംസാരത്തിൽ അകപ്പെടാതെ ഈശ്വരഭാവത്തിലേക്ക് ഉറയ്ക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു നീണ്ട പട്ടികയിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഇനിയും ചില ഉദാഹരണങ്ങൾ കൂടി ഈ ഭാവത്തെ ഉറപ്പിക്കുകയാണ്. ഇന്ന സമയം ഏതാണ്ട് അതിക്രമിക്കുന്നു. നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. അടുത്ത ശ്ലോകം മുതൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയം നിങ്ങൾ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.